കരിയർ ഗ്രാഫിലേക്ക് ഏവർക്കും സ്വാഗതം. ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദത്തിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ ആ സാഹചര്യത്തോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് നമ്മുടെ മനോഭാവം. വർക്ക് പ്രഷർ എന്ന വിഷയത്തെക്കുറിച്ചും അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു തിരുവനന്തപുരം മാർ തിയോഫിലസ് ട്രെയിനിങ് കോളേജിലെ സൈക്കോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ജിബി ഗീവർഗീസ്. സ്വാഗതം മാം. നമസ്കാരം. നമുക്കറിയാം, വളരെ തിരക്ക് പിടിച്ചൊരു ജീവിതത്തിലാണ് ഇന്ന് എല്ലാവരും പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. സ്ട്രെസ് ലെവലും അതോടൊപ്പം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ശരിക്കും ഈ വർക്ക് പ്രഷർ എന്ന വിഷയത്തിന് ഇന്നത്തെ സമൂഹത്തിലുള്ള പ്രസക്തി? സങ്കീർണമായ ഇന്നത്തെ ലോകത്തിൽ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ളവർ ഇന്ന് സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. ജോലിസ്ഥലത്ത്, കുടുംബജീവിതത്തിൽ, പഠന മേഖലകളിൽ ഒക്കെ എല്ലാവരും സമ്മർദ്ദത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. കാരണം ഡെമോക്ലിസിൻ്റെ വാള് പോലെ ഇന്ന് എല്ലാവരുടെയും തലയ്ക്ക് മുകളിൽ ഈ സമ്മർദ്ദം എന്ന വാൾ തൂങ്ങിക്കിടന്നാടുകയാണ്. ജോലിസ്ഥലത്ത് പ്രത്യേകിച്ചും ഇന്ന് ഒരുപാട് സമ്മർദ്ദമുണ്ട്. കാരണം പഴയ പോലെയുള്ള ജോബ് സെക്യൂരിറ്റി ഇന്നില്ല. ഒരുപാട് സമയം ഡിമാൻഡ് കൂടുന്നു. അന്നേരം ആ സമയത്ത് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പ്രോബ്ലംസ് ഒരുപാട് വരുന്നു. ഈ സമ്മർദ്ദം ഉണ്ടാകുന്നത് എപ്പോഴാണ് എന്ന ചോദ്യത്തിന് ഞാൻ മറുപടി പറയുകയാണ്. എപ്പോഴാണോ ഡിമാൻഡ്, മറ്റുള്ളവരുടെ ആവശ്യം, നമ്മുടെ കയ്യിലുള്ള അറിവ്, കഴിവ്, സമയം ഇതിനേക്കാൾ ഉപരിയാകുന്നു, നമുക്ക് പൊരുത്തപ്പെടാൻ സാധിക്കാതെ വരുന്നു, ആ സമയമാണ് നമുക്ക് സമ്മർദ്ദം ഉണ്ടാകുന്നത്. എനിക്ക് ഒരുപാട് പഠിപ്പിച്ചു തീർക്കാനുണ്ട്, സമയമില്ല, അപ്പോൾ എനിക്ക് ജോലി സമ്മർദ്ദം ഉണ്ടാകും. ഇപ്പോൾ ഡിമാൻഡ് കൂടുതലാണ്, പക്ഷെ നമുക്ക് അതിനനുസരിച്ച് പ്രതികരിക്കാൻ പറ്റുന്നില്ല. ആ സമയം പൊരുത്തപ്പെടാൻ പറ്റാതെ വരുമ്പോൾ ആ സമയം ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ് സമ്മർദ്ദം. ജോലി സമ്മർദ്ദം ശരിക്കും ഇന്ന് എല്ലാവരെയും വല്ലാതെ അലട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഇതിന് പ്രത്യേക ഇടയ്ക്കിടയ്ക്ക് കൗൺസിലിംഗ് ഒക്കെ നടത്താറുണ്ട്. എല്ലാ ജോലി സ്ഥലങ്ങളിലും, പഠന സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഈ സമ്മർദ്ദത്തിന് ഒരു അയവ് വരുത്താനായിട്ട് കൗൺസിലേഴ്സിനെ നിയമിക്കണമെന്ന് ഇപ്പോൾ പറയുന്നത് അതുകൊണ്ടാണ്. ഈ കൗൺസിലിംഗ് വഴി അവരുടെ ആ സമ്മർദ്ദത്തിന് ഒരു പരിധി വരെ അയവ് വരുത്താനായിട്ട് നമുക്ക് സാധിക്കും. എന്തൊക്കെ തരത്തിലുള്ള വർക്ക് പ്രഷറാണുള്ളതെന്ന് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാമോ? തീർച്ചയായിട്ടും. സൈക്കോളജിക്കലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള വർക്ക് പ്രഷറിൻ്റെ ഒരു അടിസ്ഥാനം. റോൾ സ്ട്രെയിൻ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ഡ്യുവൽ കാരിയർ ഫാമിലി എന്ന് നമ്മൾ അറിയപ്പെടുന്നുണ്ട്. ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നു. പണ്ട് അങ്ങനെയില്ല. ഒരാൾ ജോലിക്ക് പോകും, ഒരാൾ കുടുംബജീവിതം നയിക്കും. പക്ഷേ ഇപ്പോൾ ഡ്യുവൽ കരിയർ ഫാമിലിയാണ്. രണ്ടുപേരും ഒരുപോലെ ജോലിക്ക് പോകും. ആ സമയം വർക്ക് ലൈഫ് ബാലൻസ്, കുടുംബജീവിതം ഒരു വശത്ത്, വർക്ക് ജോലി സംബന്ധമായ ഉത്തരവാദിത്തങ്ങൾ മറുവശത്ത്. ഈ രണ്ട് ഉത്തരവാദിത്തങ്ങളും ഒരുപോലെ കൊണ്ടുപോകാൻ, ബാലൻസിൽ കൊണ്ടുപോകാൻ സാധിക്കാതെ വരുമ്പോഴാണ് സമ്മർദ്ദങ്ങൾ ഏറ്റവും കൂടുതലായിട്ടുണ്ടാകുന്നത്. വ്യത്യസ്തമായ വേഷങ്ങൾ എല്ലാവർക്കും ചെയ്യേണ്ടതായിട്ട് വരും. വീട്ടിൽ ഒരു തരത്തിലുള്ള റോളാണ്, വേഷമാണ്. കുടുംബനാഥൻ, കുടുംബനാഥ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, അടുക്കളയിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരു കൂട്ടം ഉത്തരവാദിത്തങ്ങൾ വീട്ടിലുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഓഫീസിൽ പോകുമ്പോൾ ഓഫീസിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തം, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളത്, മറ്റ് പിയർ കൊളീഗ്സുമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, അങ്ങനെ ഉത്തരവാദിത്തങ്ങളുടെ ഒരു നീണ്ട നിര ഇന്ന് എല്ലാവരും, ഭാര്യയും ഭർത്താവും ഒക്കെ ഒരുപോലെ അനുഭവിക്കുന്നുണ്ട്. ഈ വർക്ക് ലൈഫ് ബാലൻസ് എപ്പോഴാണോ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നത് ആ സമയം സമ്മർദ്ദം ഉണ്ടായി വരുന്നു. ശരിക്കും ഈ വർക്ക് ലൈഫ് ബാലൻസ്, അതിൻ്റെ ഒരു ബാലൻസ് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ഹോൾ ബോഡി, ആ ഓർഗനിസം മുഴുവൻ ഫ്രസ്ട്രേറ്റഡ് ആകുകയാണ്. ആ സമയത്ത് ഒരു മെൻ്റൽ പ്രഷർ ഉണ്ടാകുന്നു, അതുപോലെ സ്ട്രെസ്ഫുൾ കണ്ടീഷൻ ഉണ്ടാകുന്നു, വർക്ക് പ്രഷർ ഉണ്ടാകുന്നു. ആർക്കാണോ ഈ രണ്ട് കുടുംബജീവിതവും വർക്കും കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ലിവിങ്ങും സോഷ്യൽ ലൈഫും ഒക്കെ ഒരേ രീതിയിൽ ഹാർമോണിയസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്, അവർക്ക് ഈ സമ്മർദ്ദം അധികം അനുഭവപ്പെടാറില്ല. അപ്പോൾ ഒന്നാമത്തെ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു സമ്മർദ്ദം ഞാൻ പറഞ്ഞത് റോൾ സ്ട്രെയിൻ ആണ്. വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യുകയും അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യേണ്ടി വരുമ്പോൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒരുപോലെ ഭംഗിയായി ചെയ്യാൻ പറ്റാതെ വരുന്നവർക്കുണ്ടാകുന്ന മാനസികാവസ്ഥയാണ് റോൾ സ്ട്രെയിൻ. ഒരുപാട് റോൾസ് ഒന്നിച്ചേറ്റെടുക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെയിൻ, അതുണ്ടാക്കുന്ന മാനസികാവസ്ഥ. മറ്റൊന്നാണ് സ്പിൽ ഓവർ. സ്പിൽ ഓവർ നമുക്കറിയാം, ഒരിടത്തുണ്ടാകുന്ന അപാകത മറ്റൊരിടത്തേക്ക് പരന്നൊഴുക. കുടുംബജീവിതത്തിലെ എന്തെങ്കിലും തരത്തിലുള്ള അൺഡിസയർ, അനഭിലഷണീയമായ കാര്യങ്ങൾ
അവിടെ തങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അത് ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടേക്ക് പരന്നൊഴുകുക. വീട്ടിൽ നിന്ന് വഴക്കിട്ടി സാധാരണ സ്കൂൾ കുട്ടികളൊക്കെ ടീച്ചേഴ്സ് അടിക്കുകയാണെങ്കിൽ പറയാറുണ്ട് വീട്ടിലെന്തോ പ്രശ്നം ഉണ്ടായിട്ട് അത് നമ്മുടെ പുറത്ത് തീർക്കുക. ഇതാണ് സ്പിൽ ഓവർ എന്ന് പറയുന്നത്. സാധാരണ ഇത് നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഒരു മുറിയിലെ മണമായാലും സൗരഭ്യമായാലും അസുഖകരമായ ഗന്ധമായാലും മറ്റു മുറിയിലേക്ക് വ്യാപിക്കുന്നത് പോലെ മനുഷ്യൻ പല തുറകളിൽ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നതാണ്. അതിലേതെങ്കിലും ഒരു മേഖലയിൽ ഉണ്ടാകുന്ന അപക്വമായ അല്ലെങ്കിൽ അനഭിലഷണീയമായ കാര്യങ്ങൾ മറ്റ് അവരുടെ പ്രവർത്തന മേഖലയും കൂടെ ബാധിക്കാറുണ്ട്. അതാണ് സ്പിൽ ഓവർ എന്ന് പറയുന്നത്. പിന്നെ ജോബ് സ്ട്രെസ് ഉണ്ട്. ജോബ് സ്ട്രെസ് മൂന്നാമതായിട്ട് പറയുന്ന കാര്യം, ജോബിൽ ഒരുപാട് വർക്ക് ഡിമാൻഡ് വരും. അപ്പോൾ അതിനനുസരിച്ച് ടൈം കൊടുക്കാറില്ല. അത് ജോബ് സ്ട്രെസ്സിന്. ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അത് വേറൊന്നാണ്. ഇന്നത്തെ ജോലികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി ഫീലിംഗ് കുട്ടികൾക്ക് കൊടുക്കുന്നില്ല. എല്ലാ ദിവസവും അന്നന്ന് കഴിഞ്ഞു പോകാനുള്ള ഈ ജോലിയിൽ നിന്ന് ഫ്ലെക്സിബിലിറ്റി ഒരുപാടുണ്ട്. കുട്ടികൾ ഈ ജോലിയിൽ കയറുന്നു, അത് കഴിഞ്ഞ ഉടനെ അവർക്ക് അത് പോരാൻ തോന്നുമ്പോൾ വേറൊരു ജോലിയിൽ കയറുന്നു. പണ്ട് ഒരു കാലഘട്ടം വരെ ഒരു ജോലിയിൽ കയറിയാൽ പിന്നെ നമുക്ക് ജോലിയെ പറ്റി പിന്നെ ചിന്തിക്കേണ്ടതായിട്ടേ വരുന്നില്ല. ജോലിയായി ഇനി ആ ഒരു ഏരിയ നമ്മൾ ചിന്തിക്കില്ല. ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു വലിയ മാനസികമായ ഒരു അയവ് നമുക്ക് കിട്ടും. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അത് കിട്ടാത്തത് കൊണ്ട് തന്നെ ഒരു ജോബ് സെക്യൂരിറ്റി, ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അത് മറ്റൊരു. പിന്നെ ടൈം ഷെഡ്യൂളിങ്ങിലുള്ള മാറ്റം. പണ്ട് നമുക്ക് 8 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ തിങ്കൾ മുതൽ ശനി വരെ, തിങ്കൾ മുതൽ വെള്ളി വരെ ഇങ്ങനെ ഒരു പീരീഡ് ഉണ്ടായിരുന്നു. പുറത്തെ ജോലികൾക്ക് ഒരു സമയ ക്ലിപ്തത ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതില്ല. ഏത് സമയവും ജോലി ചെയ്യാം. ആ ജോലി സമയത്തിന് അതിൻ്റേതായിട്ടുള്ള വരുമാനം കിട്ടും. അപ്പോൾ ജോലി സ്ഥലങ്ങളെല്ലാം ആളുകളുടെ എംപ്ലോയീസിൻ്റെ സമയം ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് അവർ പൈസ കൊടുക്കും. പക്ഷേ അതിൻ്റെ പുറകെ പോകുമ്പോൾ കുടുംബജീവിതം മുഴുവൻ താറുമാറാകും. അതാണ് മറ്റൊരു തരത്തിലുള്ള സൈക്കോളജിക്കലായിട്ടുള്ള വർക്ക് ലൈഫ് ബാലൻസ് താറുമാറാക്കുന്ന മറ്റൊരു. ടൈം ഷെഡ്യൂളിംഗ് പാടെ മാറി. പണ്ട് കുടുംബത്തിലേക്ക് ലൈഫിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ നമുക്ക് വൈകിട്ട് 6 തൊട്ട് വെളുപ്പിന് 6 വരെ എങ്ങനെ പോയാലും സമയം കിട്ടും. പക്ഷേ ഇന്ന് പലർക്കും ഈ ഡ്യുവൽ കരിയർ ലൈഫ് വന്നതുകൊണ്ട് പലർക്കും ആ ഒരു പണ്ടത്തെ ആ ഒരു മിനിമം റിക്വയർമെൻറ്റ് പോലും ഇന്ന് കിട്ടുന്നില്ല. പിന്നെ മറ്റൊന്ന് കമ്മ്യൂണിക്കേഷൻ്റെ. പണ്ട് എന്ത് പ്രശ്നം വന്നാലും നമ്മളത് വീട്ടിൽ വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മാറും. പറഞ്ഞു തീർക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ പറഞ്ഞു തീർക്കാനും നേരെയില്ല. കാരണം തിരക്ക് അതൊരു വശത്ത്. മറ്റൊന്ന് പരസ്പരം സംസാരിക്കാൻ വീട്ടിൽ ഇടം കിട്ടുന്നില്ല. അതെല്ലാം മാധ്യമങ്ങൾ, മീഡിയ അതെല്ലാം കൊണ്ടുപോയിരിക്കുകയാണ്. എല്ലാവരുടെയും കുട്ടികളുടെ സമയം മുഴുവൻ വാട്സാപ്പും സോഷ്യൽ മീഡിയയും കൊണ്ടുപോകുന്നു. മുതിർന്നവരുടെ മുഴുവൻ TV കൊണ്ടുപോകുന്നു. ആൺകുട്ടികളുടേതെല്ലാം കമ്പ്യൂട്ടർ കൊണ്ടുപോകുന്നു. നെറ്റ്വർക്കിംഗ്, സർഫിംഗ് ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ആശയവിനിമയത്തിനും ഒരു ചാനലൈസേഷനും മാർഗ്ഗമില്ലാതെ. അതുകൊണ്ടൊക്കെയാണ് ഈ ജോബ് സ്ട്രെസ് എന്ന് പറയുന്നത് ഒരുപാടായിട്ട് മാറുന്നത്. ഞാനീ പറഞ്ഞ റോൾ സ്ട്രെയിൻ, സ്പിൽ ഓവർ, ദെൻ ഇൻസെക്യൂരിറ്റി, ജോബ് ഇൻസെക്യൂരിറ്റി, ടൈം ഫ്ലെക്സിബിലിറ്റി, ദെൻ ജോബിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി, പെർമനൻസി ഇല്ലായ്മ, ഇതൊക്കെ ജോബ് സ്ട്രെസ്സിന് കാരണമാകും. ഇത് ഒരുപാട് മാനസിക പ്രശ്നത്തിലേക്കും വഴി തെളിക്കുന്നുണ്ട്. ഇപ്പോൾ ഹറീഡ് വിമൻ സിൻഡ്രോം ഒരുപാട് കൗൺസിലേഴ്സ് ചികിത്സിക്കുന്ന ഒരെണ്ണമാണ് ഹറീഡ് വിമൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ലോക്കിൻ്റെ സൂചി ഓടുന്നത് പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, അടുക്കള കാര്യങ്ങൾ ചെയ്യുന്നു, കുട്ടികളെ പഠിപ്പിക്കുന്നു, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നു, പിന്നെ അവിടുന്ന് നേരെ ഓഫീസിലേക്ക് ഓടുന്നു, പിന്നെ മാർക്കറ്റിൽ പോകുന്നു, സാധനങ്ങൾ വാങ്ങിക്കുന്നു. ഇങ്ങനെ ഹറീഡ് ബിസി ആയിട്ടുള്ള സിൻഡ്രോം ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഒരുപാട് സൈക്കോളജിയിലെ കൗൺസിലേഴ്സ് പറയുന്നുണ്ട് ഹറീഡ് വിമൻ സിൻഡ്രോം. ഇങ്ങനെ അങ്ങ് തൻ്റെ റെസ്റ്റ് ഒട്ടും ഇല്ലാതെ, തന്നെപ്പറ്റി ചിന്തിക്കാൻ നേരമില്ലാതെ ഓടിക്കൊണ്ടേയിരിക്കുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള ഒരു വിഷാദാവസ്ഥയാണ് ഹറീഡ് വിമൻ സിൻഡ്രോം. എനിക്ക് തോന്നുന്നു ഹറീഡ് വിമൻ സിൻഡ്രോം എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇപ്പോൾ ഭാര്യമാർ ജോലിക്ക് പോകുന്ന വീട്ടിലെ ഭർത്താക്കന്മാരാണെങ്കിലും ഈ സെയിം സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നവർ ഉണ്ടാവാം. കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം പലപ്പോഴും സ്ത്രീകളുടെ ചുമതലയിലാകുന്നു. അതൊരു ഭാരിച്ച ഉത്തരവാദിത്വമാണ്. അപ്പോൾ ജോലിഭാരം കൂടും. കുട്ടികളുടെ ഡിമാൻഡ്, കുട്ടികളുടെ ആവശ്യം, കുടുംബത്തിലെ ആവശ്യം, അതോടൊപ്പം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലാണെങ്കിൽ അവിടെയും കുറേ ഡിമാൻഡുകളുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പലപ്പോഴും സാധിക്കാതെ വരുന്നു. പിന്നെ കൺസർവേറ്റിസം, ചില റോൾ മോഡൽസ് ഉണ്ട്. ഇന്ന ആളുകൾ ഇത്ര മണിക്ക് മുമ്പ് വീട്ടിൽ കയറണം, സ്ത്രീകളാണെങ്കിൽ അവർക്ക് ആ സമയമുണ്ട്. അങ്ങനെയൊക്കെ ഇന്നത്തെ ഒരു ജോലി സമയം വെച്ചിട്ട് ഇത് നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ കുടുംബജീവിതത്തിലുള്ളവരുടെ ഒരു കൺസർവേറ്റിസം, 6 മണി കഴിഞ്ഞ് പോകുന്നതൊക്കെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. അത് അവർക്ക് വേറൊരു തരത്തിലുള്ള ജോബ് സ്ട്രെസ്.
നിയമസഭയിലൊക്കെ ഇരിക്കുന്നവർക്ക് രാത്രി അത് 7-8 മണി വരെയൊക്കെ അവർക്കിരുന്ന് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ആ സമയം കുഞ്ഞുങ്ങളുടെ കാര്യം അരക്ഷിതാവസ്ഥയായിരിക്കും. കുട്ടികൾക്ക് വീട്ടിലാരും നോക്കാൻ കാണില്ല. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ജോലിയിൽ അവരിയ്ക്കുകയാണെങ്കിലും അവരുടെ മനസ്സും അവരുടെ വിചാരങ്ങളും മുഴുവൻ കുടുംബജീവിതത്തിലെ കുഞ്ഞുങ്ങളുടെ കാര്യത്തെ പറ്റിയായിരിക്കും. അപ്പോൾ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളാണ് ഇപ്പം നേരത്തെ പറഞ്ഞത്. കൂടാതെ ഒരുപാട് സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ. പണ്ട് സ്ത്രീകൾക്ക് അധികം പ്രശ്നങ്ങളില്ലായിരുന്നു. പക്ഷേ ഇന്ന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഈ സമ്മർദ്ദം എന്ന് പറയുന്ന കാര്യം എല്ലാവർക്കും ഉണ്ട്. ഈ സ്ട്രെസ് ലെവലിൽ വരുന്ന വേരിയേഷൻ വെച്ചിട്ടാണോ നമ്മൾ വർക്ക് പ്രഷർ നമുക്കുണ്ടെന്ന് മനസ്സിലാക്കുക, അതോ അത് മനസ്സിലാക്കാൻ നമുക്ക് തന്നെ പറ്റുമോ? പറ്റും, തീർച്ചയായിട്ടും പറ്റും. അതിന് വേണ്ടത് നമ്മളെ തന്നെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റം, മാനസികാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം, ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജോലി സമ്മർദ്ദം നമുക്കുണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റും. പലരും പറയും ഞാൻ വളരെ ഈസി ആയിട്ട് കൂളാണ്, എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയും. പക്ഷേ നമ്മളെ തന്നെ ഒരല്പം നിരീക്ഷിച്ചാൽ മതി. കാരണം ജോലി സമ്മർദ്ദം ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ ഡിപ്രഷനിലേക്കും ആങ്സൈറ്റിയിലേക്കും ഫോബിയയിലേക്കും മറ്റ് കോൺഫ്ലിക്റ്റ് ലോട്ടും ഒക്കെ നമ്മൾ പോകാറുണ്ട്. അപ്പോൾ മെൻ്റൽ ഇൽനെസ്സിലേക്ക് മാറാറുണ്ട് ചില സമയം. പിന്നെ അതുപോലെ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ്, അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സ്, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, ഇതൊക്കെ ഈ വർക്ക് പ്രഷറിൻ്റെ ഒരു എക്സ്ട്രീം മാറ്റങ്ങളാണ്, മാനസികാവസ്ഥകളാണ്. കാരണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരിക, എപ്പോഴും പരാതി പറയുക, ഇങ്ങനെയൊക്കെ ചില സമയത്ത് ഈ വർക്ക് പ്രഷർ കൂടുമ്പോൾ. സൈക്കോസൊമാറ്റിക് എന്ന് പറഞ്ഞാൽ മനസ്സും ശരീരവും ഒരുപോലെ നടുവേദന, തലവേദന, അതുപോലെ മറ്റു തരത്തിലുള്ള എയിൽമെൻറ്റ് ഒക്കെ ഉണ്ടാകാറുണ്ട്. ശാരീരികമായ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ ജോലി സമ്മർദ്ദം ജോലി സ്ഥലത്തെ മാത്രമല്ല ബാധിക്കുന്നത്, അത് സ്പിൽ ഓവർ ചെയ്ത് കുടുംബജീവിതത്തിലേക്ക് വ്യാപിക്കും, സമൂഹത്തിലേക്ക് വ്യാപിക്കും, ശരീരാവസ്ഥയിലേക്കും കൂടെ വ്യാപിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വർക്ക് പ്രഷർ ഉണ്ടോ എന്നുള്ളതിന് ചില ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഏത് ജോലി ചെയ്യുന്ന ആൾക്കും ഇത് എനിക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം, അകാരണമായി ദേഷ്യം വരാറുണ്ടോ? മറ്റൊന്ന്, ബോഡിയെ ശ്രദ്ധിക്കുക. ശരീരം വർക്ക് പ്രഷർ വരുമ്പോൾ വല്ലാതെ വിയർക്കുകയും വല്ലാതെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. പെട്ടെന്ന് തളർച്ച തോന്നുക, ബോർഡം തോന്നുക, ഇനി എനിക്ക് ചെയ്യാൻ ഇൻഡിഫറൻസ് തോന്നുക, ഇതൊക്കെ വരുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഫറ്റീഗ് തോന്നുക, ഇതൊക്കെ ശരീരം നമ്മളോട് ഡിമാൻഡ് ചെയ്യുകയാണ്. എനിക്ക് മതിയായി, എനിക്ക് തളർച്ച വരുന്നു, ഇതിന് ഒരു സ്റ്റോപ്പ് വേണം, ഒരു പോസ് വേണം എന്ന് ബോഡി നമ്മളോട് ഡിമാൻഡ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ആദ്യം വേണ്ടത് നമ്മുടെ ശരീരമാണ് ആദ്യം നമ്മളോട് ആവശ്യപ്പെടുന്നത് എനിക്കൊരു റെസ്റ്റ് വേണമെന്ന്. അപ്പോൾ ശരീരം തരുന്ന ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ തിരിച്ചറിയണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അകാരണമായി നേരത്തെ പറഞ്ഞതുപോലെ നമുക്കതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരിക, അകാരണമായി ദേഷ്യപ്പെടുക, ഇമോഷണലായിട്ടുള്ള ഒന്ന് ബോഡ്ലി ചേഞ്ചസ് ആണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ ഇമോഷണൽ ചേഞ്ചസ് ശ്രദ്ധിക്കുക. അപ്പോൾ ആ കാര്യങ്ങളും നമ്മുടെ ബോഡി നമ്മളോട് വർക്ക് പ്രഷർ ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സാണ്. അടുത്ത ഇൻഡിക്കേറ്ററാണ് സ്ലീപ്പ് ഡിസോർഡേഴ്സ്. ഉറക്കമില്ലായ്മ, ഉറക്കത്തിൽ പെട്ടെന്ന് ഞെട്ടി ഉണരുക, ഉറക്കത്തിൽ മറ്റ് സ്വപ്നങ്ങൾ കാണുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേറൊരു സ്ട്രെസ്സിൻ്റെ മറ്റൊരു ഇൻഡിക്കേറ്ററാണ്. പിന്നെ മറ്റു ചിലരൊക്കെ പതിവില്ലാത്ത ദുശീലങ്ങളിലേക്ക് മാറുക, ഡ്രഗ് അഡിക്റ്റ് ആകുക, മറ്റേതെങ്കിലും ആൽക്കഹോളിക് ആകുക, ഇങ്ങനെയൊക്കെയുള്ള തരത്തിലേക്ക് ദുശീലങ്ങളിലേക്ക് മാറുമ്പോൾ അത് വർക്ക് പ്രഷറിൻ്റെതാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ട് ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ സോഷ്യൽ വിഡ്രോവൽ, ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ, ജോലി സ്ഥലത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിൽ നിന്നും പിന്മാറ്റം, ഒരു പിന്നോട്ടുള്ള ചുവടുവെപ്പ്, സോഷ്യൽ വിഡ്രോവൽ. ഈ സോഷ്യൽ വിഡ്രോവലൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട സിംറ്റമാണ്. പിന്നെ അവർ ഇൻട്രോവേർട്ട് ആകും, ഡിപ്രഷനിലേക്ക് മാറും, ആങ്സൈറ്റിയിലേക്ക് മാറും, പിന്നെ അവർ വേറൊരു വേൾഡിലേക്ക് ഡിറ്റാച്ച്ഡായി മാറാനും, സ്കിസോഫ്രീനിക്കൊക്കെ അങ്ങനെ ആയ സംഭവങ്ങളുണ്ട്. അപ്പോൾ വർക്ക് പ്രഷറിന് ഒരു എക്സ്ട്രീം ലെവലുണ്ട് എന്നുള്ളത് ധരിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ശരീരവും മനസ്സും മറ്റു കാര്യങ്ങളൊക്കെ തരുന്ന ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ മനസ്സിലാക്കിയാൽ
ഒരല്പം റെസ്റ്റ് എടുക്കുക, ഒന്ന് ഉറങ്ങുക, ഒന്ന് റിലാക്സ് ചെയ്യുക, ഒരു മ്യൂസിക് കേൾക്കുക, കുറച്ച് നാളത്തേക്ക് ആ ജോലിയിൽ നിന്നൊന്ന് ഡിറ്റാച്ച് ചെയ്യുക. ഇതൊക്കെ ചെയ്യാൻ നമുക്ക് കഴിയണം. അതുപോലെ നമുക്ക് ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, ഭക്ഷണം വേണ്ട, ഭക്ഷണത്തോട് വിരക്തി, ഓഫീസിൽ പോകുന്നതിനും ജോലി ചെയ്യുന്നതിനും ഒരു ബോർഡമായിട്ട് തോന്നുക, ഓഫീസിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഒരുപാട് പ്രോബ്ലംസ് അവർ പറയാറുണ്ട്, ഇങ്ങനെ ചെയ്യുന്ന ജോലി പൂർത്തിയാക്കാൻ പറ്റാതെ വരിക, ഇതൊക്കെ ഈ ജോലിയോടുള്ള വർക്ക് പ്രഷറിൻ്റെ ചില ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇപ്പോഴത്തെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒത്തിരി കുട്ടികൾ, ഞാനൊരു ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികളുടെ കാര്യമാണ് പറയാം, എന്തെങ്കിലും വാങ്ങിച്ച് തന്നില്ല, പേരൻസ് എന്തെങ്കിലും വാങ്ങിച്ച് തന്നില്ല, ഓക്കെ, അത് ദേഷ്യം ആയിക്കോട്ടെ, എന്തെങ്കിലും വരുന്നു, പിന്നെ പോയി സൂയിസൈഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു റിസൾട്ട് വന്ന് നമ്മൾ ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയില്ല, സൂയിസൈഡ് ചെയ്യുന്നു. അങ്ങനെ കണ്ടുവരുന്ന ഈ സൊസൈറ്റിയോട് മാമിന് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? ഇന്നത്തെ കുട്ടികളിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കഴിവ് വളരെ കുറവാണ്. മത്സര പരീക്ഷകൾ ഒരുപാട് എഴുതിയും നമ്മൾ അവരെ എഴുതിപ്പിച്ചും അവരെ പഠിപ്പിച്ചും ഒക്കെ അവരെ മിടുക്കരാക്കാറുണ്ട്. പക്ഷെ ജീവിത പരീക്ഷ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പിടികിട്ട പുള്ളിയാണ്. അവർക്ക് ആ കടമ്പ കടക്കാൻ വളരെ പ്രയാസമാണ്. അതിന് വേണ്ടത്, ജീവിത പരീക്ഷയിൽ വിജയിക്കണമെങ്കിൽ അവർക്ക് ആത്യന്തികമായി വേണ്ടത് ചില നൈപുണ്യങ്ങളാണ്. അതിനാണ് ലൈഫ് സ്കിൽസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഉദ്യോഗത്തിൽ സോഫ്റ്റ് സ്കിൽസ് അവരെ വളരെയധികം സക്സസ്സിലേക്ക്, കരിയറിൽ അവരെ മുന്നോട്ട് നയിക്കും. പക്ഷേ ജീവിതത്തിലും കരിയറിലും ഒരുപോലെ മുന്നോട്ട് പോകാൻ അവർക്ക് പ്രചോദനം കിട്ടുന്നതും അവർക്ക് പ്രബലനം കൊടുക്കുന്നതും ലൈഫ് സ്കിൽസാണ്, ജീവിത നൈപുണ്യങ്ങൾ എന്ന് പറയും. ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഈ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ട്, ഐ ക്യാൻ എന്ന് പറയാനുള്ള ഒരു തൻ്റെടം, ഒരു നല്ല ഡിസിഷൻ എടുക്കാനുള്ള ഒരു തൻ്റെടം. തെറ്റാണെങ്കിൽ അതെൻ്റെ ഫ്യൂച്ചറിനെ ബാധിക്കുന്നു, എൻ്റെ പഠനത്തെ ബാധിക്കുന്നെങ്കിൽ അസർട്ടീവായിട്ട് നോ പറയാനുള്ള ആർജവം, ഇതൊക്കെ ലൈഫ് സ്കില്ലിൽ നിന്നേ കിട്ടുള്ളൂ. അത് കുടുംബ ജീവിതത്തിൽ നിന്നാണ്, കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട ജീവിത നൈപുണ്യങ്ങളാണ്. എന്തെങ്കിലും കണ്ടാൽ പെട്ടെന്ന് തളർന്നു പോകുന്ന അമ്മ, ദേഷ്യപ്പെടുന്ന അച്ഛൻ, ഇതൊക്കെ കണ്ടു വളരുന്ന കുട്ടികൾക്ക് ജീവിത നൈപുണ്യം ഇന്ന് കിട്ടാൻ, ആർജിക്കാൻ അവസരമില്ലാതെ പോകുന്നു. എന്ത് പറഞ്ഞാലും കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന നീഡ് ഗ്രാറ്റിഫിക്കേഷൻ, എളുപ്പമുള്ള മാർഗ്ഗമാണ്. കമ്പ്യൂട്ടറിന് വേണ്ടി കരയുന്നു, കൊച്ചിന് കമ്പ്യൂട്ടർ വാങ്ങിച്ചു കൊടുക്കുന്നു, സ്കൂട്ടറിന് കരയുന്നു, അത് വാങ്ങിച്ചു കൊടുക്കുന്നു. അപ്പോൾ തിരക്കുള്ള അമ്മയ്ക്ക് അതിനുവേണ്ടി അധികം സമയം കളയേണ്ടതായിട്ട് വരുന്നില്ല. കുട്ടികളുടെ ആവശ്യം സാധിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് അവരുടെ ഒരു വലിയ ചുമതല അല്ലെങ്കിൽ ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ഒഴിഞ്ഞതുപോലെ വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ അതുകൊണ്ട് അവർക്ക് ചില നൈപുണ്യങ്ങൾ നേടാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയാണ് തനിക്ക് വേണ്ടത്, എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, എന്തൊക്കെയാണ് അത്യാവശ്യമുള്ളത്, എന്തൊക്കെയാണ് വേണ്ടാത്തത്, ഈ കാര്യങ്ങളിലൊക്കെ ഒരു ഡിഫറൻസിയേഷൻ മാതാപിതാക്കൾ കൊടുക്കുന്നില്ല. അവരെന്ത് ചോദിക്കുന്നു, നമ്മൾ പറയാറുണ്ട്, ഇന്ന് പ്രധാനമന്ത്രിയായിട്ട് ആരായിരിക്കുന്ന മക്കളും പ്രസിഡന്റുമാരായിട്ട് അപ്പനും അമ്മയും ഇരിക്കുകയാണ്. മക്കൾ പറയുന്നു, മാതാപിതാക്കൾ എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ കുട്ടികൾക്ക് എന്ത് ചോദിച്ചാലും തരാൻ ബാധ്യസ്ഥരാണ് മാതാപിതാക്കൾ എന്നൊരു ചിന്ത വന്നിരിക്കുന്നത് കൊണ്ട് ആ ഒരു സംഭവം, അവരുടെ ആ ഒരു പെർസെപ്ഷനിൽ നിന്ന് എപ്പം മാറ്റം വരുന്നു, അന്നേരം അവർ അതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നു. എൻ്റെ അവകാശമാണ് ഞാൻ എന്ത് ചോദിച്ചാലും കിട്ടുക എന്നുള്ളത് എന്നൊരു ചിന്ത കുട്ടികളിൽ നമ്മൾ ചെറുപ്പം മുതലേ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ എന്ത് ചോദിച്ചാലും അത് തരാൻ ഞാൻ ബാധ്യസ്ഥനാണ്, എനിക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനത് തരാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളൊരു അറിയാതെ അവൻ്റെ തലച്ചോറിൽ ആ ഒരു സീഡ് ഇട്ട് കൊടുക്കുകയാണ്. അത് വലുതാകുമ്പോഴും ബൈക്ക് ചോദിക്കുമ്പോഴും അവന് വാങ്ങിച്ചു കൊടുത്തില്ല, കുറച്ചുകൂടെ വലിയ വലിയ ആവശ്യങ്ങൾ അവൻ ചോദിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കാതെ വന്നാൽ എൻ്റെ റൈറ്റ് അവിടെ ഡിനയൽ ഓഫ് റൈറ്റ് ആയിട്ടാണ് കുട്ടി കാണുന്നത്. അതിന് ഞാൻ പറയുന്നത് ജീവിത നൈപുണ്യം. ഏത് പ്രോബ്ലത്തിനും സൊല്യൂഷനുണ്ട്. സഹിഷ്ണുത, വെയിറ്റ്, കുറച്ച് നാൾ വെയിറ്റ് ചെയ്യാൻ അവനെ പഠിപ്പിക്കണം. എന്ത് സാധനവും പെട്ടെന്ന് വാങ്ങിച്ചു കൊടുക്കാതെ വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ സഹിഷ്ണുതയോടെ നിന്ന് കാര്യങ്ങൾ കിട്ടാനുള്ളൊരു അവസരം കുട്ടിക്ക് കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് വിഡ്രോവൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എളുപ്പമായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്, എനിക്കിനി അതിനെ അഭിമുഖീകരിക്കാൻ വയ്യ. കുട്ടികളെ കൺഫ്രണ്ട് ചെയ്യാൻ, ഏത് പ്രോബ്ലം വന്നാലും കൺഫ്രണ്ടേഷനാണ് അവരെ പരിശീലിപ്പിക്കുന്നത്. ആ പ്രോബ്ലത്തെ അഭിമുഖീകരിക്കാൻ പഠിപ്പിക്കണം, തിരിഞ്ഞോടാൻ പഠിപ്പിക്കരുത്. അത് കുട്ടികൾ കണ്ടു പഠിക്കുന്നത് മാതാപിതാക്കളിൽ നിന്നാണ്. ഓഫീസിൽ നിന്ന് ഒരുപാട് പ്രോബ്ലം തലയിലേറ്റി വരുന്ന അച്ഛൻ അതിനെ എങ്ങനെയാണ് ടാക്ട്ഫുള്ളി മുന്നോട്ട് കൊണ്ടുവന്നത്, വീട്ടിലെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഒന്നിച്ച് ചെയ്യുമ്പോഴും അമ്മ അതിനെ എങ്ങനെ സഹിഷ്ണുതയോടെ സമചിത്തതയോടെ നേരിടുന്നു എന്ന് അമ്മയിൽ നിന്നും കണ്ടു പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് ജീവിത നൈപുണ്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കുടുംബജീവിതത്തിൽ നിന്ന് ജീവിത നൈപുണ്യം കിട്ടിയാൽ ഇതുപോലുള്ള ഒളിച്ചോട്ടം, ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം കുട്ടികൾ നിരുത്സാഹപ്പെടുത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
വർക്ക് പ്രഷറിലേക്ക് നമ്മൾ എത്തുന്നത് നമ്മുടെ സ്ട്രെസ് ലെവലിൽ വരുന്ന ആ ഡിഫറൻസ് അനുസരിച്ചാണ്. ആ വർക്ക് പ്രഷർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അതിൽ നിന്ന് മാറാൻ ഒരു റെമഡി എന്താണ് മാം? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിനും പരിഹാരമുണ്ട്. ഈ ജോലി സമ്മർദ്ദത്തിനും പരിഹാരമുണ്ട്. ആദ്യമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരവും മനസ്സും തലച്ചോറും ഒക്കെ തരുന്ന ഇൻഡിക്കേറ്റേഴ്സ് തിരിച്ചറിയുക. നമ്മൾ തന്നെ തിരിച്ചറിയണം, എനിക്ക് എൻ്റെ വർക്ക് കൂടുന്നുണ്ട്, എനിക്ക് വേണ്ടത്ര റെസ്റ്റ് കിട്ടുന്നില്ല, എനിക്കിതിൽ നിന്നും കുറച്ച് നാളത്തേക്ക് ഒരു മാറ്റം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡിയും മനസ്സും ബ്രെയിനും ഒക്കെ പറയുന്ന ഇൻഡിക്കേറ്റേഴ്സ് തിരിച്ചറിഞ്ഞ് എനിക്കിത് ആവശ്യമാണ്, ഒരു മാറ്റം ആവശ്യമാണ്, ഒരു റിലാക്സേഷൻ ആവശ്യമാണ് എന്ന തിരിച്ചറിവാണ് ആദ്യം വേണ്ടത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം റെക്കഗ്നീഷൻ. നാം ചെയ്യുന്ന ജോലിക്ക് വേറെ ആരും അഭിനന്ദിക്കാൻ കാണില്ല. മറ്റാരും അഭിനന്ദനം നൽകുമെന്നും വിചാരിക്കേണ്ട. പാറ്റ് യുവർ സെൽഫ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞു, രാവിലെ പാറ്റ് യുവർ സെൽഫ്, യു ഡിഡ് ഇറ്റ് വെൽ, നീ നന്നായി അത് ചെയ്തു. രാവിലെ എഴുന്നേറ്റു, 2 മണിക്കൂറിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, കുട്ടികളെ സ്കൂളിൽ വിട്ടു, തൻ്റെ കാര്യം നോക്കി, ഭർത്താവിൻ്റെ കാര്യം നോക്കി, എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോൾ പാറ്റ് യുവർ സെൽഫ്. സമയത്തിന് നീ ജോലി സ്ഥലത്തേക്ക് ഇറങ്ങിയല്ലോ. കൊച്ചു ലിറ്റിൽ തിങ്സ് മീൻ എ ലോട്ട്. കൊച്ചു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ അഭിനന്ദിക്കണം. അപ്പോൾ രണ്ടാമത്തെ കാര്യം, നമ്മൾ ചെയ്യുന്ന ചെറിയ ജോലിക്ക് പാറ്റ് യുവർ സെൽഫ്. മൂന്നാമത്തെ കാര്യം, വർക്ക് പ്രഷറിൽ നിന്നും റിലീസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. മൂന്നാമത്തെ കാര്യം, ലവ് യുവർ സെൽഫ്. നമ്മൾ സാധാരണ നമ്മളെ ഒട്ടും സ്നേഹിക്കാറില്ല, നമ്മുടെ ശരീരത്തെ പറ്റി ഒട്ടും നോക്കാറില്ല, നമ്മുടെ മനസ്സിനെ ശ്രദ്ധിക്കാറില്ല, നമ്മുടെ ബ്രെയിനിനെ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ഇതിനെല്ലാം, നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും തലച്ചോറും ഒക്കെ നമ്മുടേതാണ്, അതിനെ നമ്മൾ സ്നേഹിക്കണം. മൊബൈൽ ഒരുപാട് നേരം ഉപയോഗിക്കുമ്പോൾ നീ നിൻ്റെ തലച്ചോറിനെ സ്നേഹിക്കുന്നില്ല, ഉപദ്രവിക്കുകയാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകണം. ഒരുപാട് വേദനിക്കുമ്പോൾ, ഒരുപാട് വൈരാഗ്യം വെച്ച് പുലർത്തുമ്പോൾ, ഒരുപാട് ടെൻഷൻ അനുഭവിക്കുമ്പോൾ നീ നിൻ്റെ മനസ്സിനെ സ്നേഹിക്കുന്നില്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകണം. അതുപോലെ നിൻ്റെ ശരീരത്തിന് നിനക്ക് എടുക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ജോലി നീ എടുക്കുമ്പോൾ നിൻ്റെ ശരീരത്തെ നീ സ്നേഹിക്കുന്നില്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകണം. നമുക്കെല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞു പോകുമ്പോൾ നാം നമ്മളെ സ്നേഹിക്കാൻ മറന്നു പോകുന്നു എന്ന തിരിച്ചറിവ്. അതാണ് മൂന്നാമത് എനിക്ക് പറയാനുള്ളത്. നാലാമത്തത്, സെറ്റ് ബൗണ്ടറീസ്, ലിമിറ്റേഷൻസ്. ജോലിക്ക് ഇത്ര സമയം, കുടുംബത്തിന് ഇത്ര സമയം, ക്വാളിറ്റിക്ക് ഇത്രയും എന്ന് പറയുന്നത് ഇത്രയും മിനിമം റിക്വയർമെൻ്റ് ആണ്. കുഞ്ഞുങ്ങൾക്ക് പേരൻറ്റിങ്, അതിനൊരു ക്വാളിറ്റി ടൈം. വർക്ക് പ്രഷർ കുറയ്ക്കാൻ മറ്റൊന്ന് ടൈം മാനേജ്മെൻ്റ് ആണ്. സമയം നന്നായിട്ട് യൂസ്ഫുള്ളായിട്ട് ക്രമീകരിക്കുക. പ്രയോറിറ്റൈസ് തിങ്സ്. നമ്മൾ ഒരു ജീവിതത്തിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മുടെ റൊട്ടീൻ വർക്ക് നോക്കിയാൽ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് പ്രയോറിറ്റൈസ് ചെയ്യുക. വേണ്ടതേത്, വേണ്ടാത്തതേത്, അത്യാവശ്യമുള്ളതേത്, അടിയന്തരമായി ചെയ്യേണ്ടതേത് എന്നുള്ളത് പ്രയോറിറ്റൈസ് ചെയ്ത് ടൈം മാനേജ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും വർക്ക് പ്രഷർ, ജോലി സമ്മർദ്ദം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ജോലി സമ്മർദ്ദം നമ്മുടെ മനസ്സിനെ കാർന്ന് തിന്നും. ഏത് തരത്തിലുള്ള സമ്മർദ്ദവും. ജോലി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഒരു സ്പൈസ് ആയിട്ട് മാറട്ടെ. സമ്മർദ്ദം ഒഴിവാക്കി സന്തോഷം ആ സ്ഥാനത്ത് നിറയ്ക്കുവാൻ കഴിയട്ടെ. വർക്ക് പ്രഷർ എന്ന വിഷയത്തെക്കുറിച്ചും അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. അതെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. കരിയർ ഗ്രാഫിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരെ നന്ദി, നമസ്കാരം.